ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറിയാണ് കേട്ടോ. ഈ വെള്ളക്കടല ചിലവർക്കൊന്നും അത്ര ഇഷ്ടമല്ല, കാരണം നമ്മൾ സാധാരണ മണിക്കടലിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും വെള്ളക്കടലൊക്കെ ഇല്ല. പക്ഷേ ഇതുപോലെ കടലക്കറി വെക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടാത്തവർ പോലും ഒന്ന് കഴിച്ചു നോക്കും, കാരണം അത്രയും ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ കടലക്കറി ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടല ഞാൻ അതേപോലെ ഒന്ന് പൊതിർത്തെടുത്തേക്കണ്. അപ്പോൾ നിങ്ങൾ കടലയൊക്കെ പൊതിർത്തിടുന്ന പുന്നായിട്ട് നല്ലോണം കടല കഴുകിയിട്ടാണ് പൊതിർത്തിടുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ തന്നെ നമ്മൾ കറി വെക്കുകയാണെങ്കിൽ ആ കടലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ കടലൊക്കെ നല്ലോണം ഒന്ന് വൃത്തിയിൽ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് വേവിക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് കടലക്കറി ഒന്ന് വേവാനും വേണ്ടിയിട്ടില്ല പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് കടല ആദ്യം നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചെറിയൊരു സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അത് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഇടത്തര വലുപ്പമുള്ള സവോള ഇതേപോലെ കുറച്ച് വലുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം 2-3 കഷ്ണമാക്കിയതും പിന്നെ വെളുത്തുള്ളി 2-4 ഇല്ലി അതേപോലെ തന്നെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിങ്ങനെ. ഇനി ചൂടായ വെളിച്ചെണ്ണയിൽ ഇതേപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്നൊക്കെ സവോള ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.25 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരിക്കലും കറികളൊന്നും ഏറരുത്, അതൊരു പ്രത്യേക ഒരു കുത്തനാണ്, ടേസ്റ്റും ഉണ്ടാവില്ല കറികൾക്കൊന്നും. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അത് പൊടിച്ചതായാലും കുഴപ്പമില്ല പൊടിക്കാത്തതായാലും കുഴപ്പമില്ല. പിന്നെ എരിവിനനുസരിച്ച് മുളകും പൊടി, അത് ഓരോരുത്തരും ഇഷ്ടം പോലെ, എരിവ് കൂടുതൽ ഇല്ലോലും ഉണ്ടാവും കുറവില്ലോലും ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ എരിവിനനുസരിച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ആ മസാലയൊക്കെ ചെറിയ തീയിൽ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പറ്റ ചെറിയ തീയിൽ നമുക്കൊന്ന് ചൂടായിക്കാണ് കിട്ടിയാൽ മതി, എന്നാൽ കരിയും ചെയ്യരുത്. അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി, ഒരൊറ്റ തക്കാളി, നല്ല പഴുത്ത തക്കാളി ഒന്ന് മുറിച്ചിട്ടത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ആ മസാലയിലൊക്കെ ചേരാനും വേണ്ടിയിട്ട് തക്കാളി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചെറിയൊരു ഗ്ലാസ് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ആ മസാല ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ചെറിയൊരു പുളി വേണം നമ്മളെ കറിക്ക്, അപ്പോഴേ നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു സുർക്ക നമ്മളിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മളിതൊക്കെ മസാലകളൊക്കെ നല്ലോണം വെന്തിക്കണേ. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം മയത്തിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചൂടാറിന് ശേഷം മാത്രം അരച്ചെടുക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇതേപോലെ തന്നെ ചെറിയൊരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ഏലക്കായി, അതേപോലെ കുറച്ച് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഗ്രാമ്പു, പട്ട, പിന്നെ പട്ടൻ്റെ ഇല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഈ മസാലകളൊക്കെ പൊടിച്ചതാണെങ്കിലും ചേർത്ത് കൊടുക്കുക. ഈ ചെറിയ തീയിലൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ഇല്ലേ അത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ മസാലയ്ക്കുള്ള ഉപ്പ് ചേർത്തിട്ടില്ല, നമ്മൾ കടലയ്ക്കുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുള്ളൂ, മസാലയ്ക്കുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മസാലയിലേക്കുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിയണത് ആകുമ്പോൾ നമുക്ക് എന്താട്ടാലും കടല വേവിച്ചത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കടല വേവിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഒരു കയ്യിൽ കടല അതിൽ നിന്ന് മാറ്റി വെക്കുക. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി കടലൊക്കെ നല്ലോണം ഇളക്കിക്കണം. ഇനി ആ മസാലയൊക്കെ കടലേക്ക് ചേരാനും വേണ്ടിയിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ആ കടലേക്കൊക്കെ മസാലയൊക്കെ ചേർന്നിട്ട് നല്ല സൂപ്പർ ആയിക്കണം കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ചില്ലേ കുറച്ച് കടല, അത് നല്ല പോലെ ഒന്ന് ഉടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആ കടല ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തേങ്ങയൊന്നും അരക്കാത്ത കടലക്കറിയാണ്. അപ്പോൾ കുറച്ച് വെള്ളം പോലെ നിൽക്കാതെ വെക്കാനും വേണ്ടിയിട്ട് ഇതേപോലെ ഉടച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല തിക്കേക്കാരം നമ്മളെ കടലക്കറിക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇനി നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒരൊറ്റ പച്ചമുളക് നടുക കീറിയതും ചേർത്ത് നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. എന്നിട്ട് കറി ഒന്നും കൂടി കുറുകാനും വേണ്ടി ഒന്നും കൂടി ഒന്ന് മൂടി വെക്കുക. ഒരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വരെ നമ്മൾ വേവിച്ച് കാണും തുറന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കടലക്കറിയൊക്കെ നല്ല തിക്കായി സൂപ്പറായി കിട്ടിക്കണം കേട്ടോ. ഇനിയിപ്പോൾ കടലക്കറി നിങ്ങൾ ചപ്പാത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഇനി പൊറാട്ടൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇതേപോലെ തന്നെ സിമ്പിൾ റെസിപ്പി ആയിട്ട് ഇനിയും വരട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.